ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വൃക്ഷപരിചയം സെഗ്മെൻറ്റിൽ നമ്മൾ പരിചയപ്പെടുന്നൊരു വെറൈറ്റി വൃക്ഷത്തെയാണ്. കാഴ്ചയിൽ തന്നെ നമ്മളൊരു വന്യതയുടെ തോന്നൽ ഉളവാക്കുന്ന ഒരു വൃക്ഷമാണിത്. നാഗലിംഗ മരം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെമ്പാടും കാണപ്പെടുന്ന ഒന്നല്ല ഇത്. എങ്കിലും ശിവക്ഷേത്രാങ്കണങ്ങളിലും നാഗാരാധന നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. കൈലാസപതി എന്നുള്ള പേരൊക്കെ ഈ ഒരു മരത്തിനുള്ളതായിട്ട് അറിയുന്നുണ്ട്. അതിൻ്റെ കായകൾ കണ്ടില്ലേ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഏതാണ്ട് പീരങ്കിയുടെ ഒരു രൂപമാണതിന്. അത്തരത്തിലുള്ളൊരു ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കാനൻ ബോൾ ട്രീ എന്ന് ഇംഗ്ലീഷിൽ ഇതിന് പേരുണ്ട്. ലെസിഡേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട വൃക്ഷമാണിത്. അതിൻ്റെ ശാസ്ത്രീയ നാമം കറൂപിറ്റ ഗയാൻസിസ് എന്നാണ്. അതിൻ്റെ ഉച്ചാരണം അതുതന്നെയാണെന്ന് വ്യക്തമല്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇതിൻ്റെ പൂക്കൾക്കുണ്ട് പ്രത്യേകത. വളരെ നീളമുള്ള കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ എങ്കിലും ഈ പൂക്കൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. കാഴ്ചയിൽ ഉള്ളിൽ ശിവലിംഗത്തിൻ്റെ ആകൃതിയും മുകളിൽ 10 വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളിൽ പോലുള്ള ഇതളുകളും ഇതിനുണ്ട്. ഈ പൂക്കളുടെ പ്രത്യേകത കൊണ്ടായിരിക്കണം ഈ മരത്തിന് നാഗലിംഗ മരം എന്നുള്ള പേര് സിദ്ധിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.